സീറ്റ് വിവാദങ്ങൾക്കിടെ കണ്ണൂരിലേക്ക് സുധാകരൻ പോകുന്നത് പാർട്ടി പരിപാടിക്കായിരിക്കും എന്നൊക്കെ നേതാക്കൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ കണ്ണൂരുമായുള്ള തന്റെ ആത്മബന്ധം വിശദീകരിച്ച് കെ സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. കണ്ണൂർ തന്റെ ഹൃദയരക്തമാണ്, കണ്ണൂരിലെ കോൺഗ്രസ് ആണ് തന്റെ മേൽവിലാസം എന്ന് വൈകാരിക കുറിപ്പ്. ഫെലിക്സും ബി ബാലഗോപാലും വിവരങ്ങളുമായി. ഫെലിക്സ്, ഈ പോസ്റ്റിന്റെ വിശദാംശങ്ങൾ നൽകും. ഫെലിക്സ്, ഈ ഇപ്പോ കണ്ട നേതാക്കളൊക്കെ, ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട നേതാക്കളൊക്കെ പറയുന്നുണ്ട് സുധാകരനുമായി ചർച്ച നടന്നിരുന്നു, സുധാകരൻ നാട്ടിലേക്ക് പോയത് അങ്ങനെ പ്രതിഷേധിച്ചൊന്നുമല്ല, തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പോസ്റ്റ് കൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ആശ്രയിച്ച ഒരു കാര്യം വ്യക്തമാണ്. കടുത്ത അതിർത്തി സുധാകരനുണ്ട്. നേരത്തെ തന്നെ സുധാകരൻ പരസ്യമായിട്ട് കണ്ണൂർ മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അത് പാർട്ടി അംഗീകരിച്ചില്ല. അതിനുള്ള എതിർപ്പാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനം, കണ്ണൂർ എന്നത് എൻ്റെ ഹൃദയരക്തമാണ്, കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എൻ്റെ മേൽവിലാസവുമാണ്. അങ്ങനെ സുധാകരൻ ഒരുപാട് കാര്യങ്ങൾ, അതായത് CPM-മായി നേരിട്ട് ഏറ്റുമുട്ടി താൻ വളർന്ന അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ വളർത്തിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു വെച്ചിട്ട് ഏറ്റവും ഒടുവിൽ സുധാകരൻ പറയുന്നുണ്ട്, ഇതൊക്കെ പലർക്കും മറക്കാനാവും, പക്ഷേ എനിക്ക് മരണത്തോളം അത് മറക്കാൻ കഴിയില്ല എന്നും കെ സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ കെ സുധാകരൻ ഇന്നലെ അദ്ദേഹം വീട്ടിലെത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ വീട്ടിലാണുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ധാരാളം അണികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് കെ സുധാകരനെ സ്നേഹിക്കുന്ന, കെ സുധാകരനെ ഇഷ്ടപ്പെടുന്ന ധാരാളം പേരാണിപ്പോൾ കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ നടാലിലുള്ള വീട്ടിലെത്തിയിട്ടുള്ളത്. അവർ പ്രധാനമായും കെ സുധാകരൻ വലിയ പിന്തുണ നൽകുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാതിരിക്കുന്നതിൽ വലിയ വിയോജിപ്പ് അണികൾക്കിടയിലുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ചേട്ടാ, എവിടുന്നാണ് വരുന്നത്? കോഴിക്കോട്. കേസിനെ കാണാൻ വന്നു. അപ്പോൾ കെ സുധാകരനെ കാണാനും അദ്ദേഹത്തിന് ഐക്യദാർഢ്യം അർപ്പിക്കാനും അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധാരാളം പേരാണ് കെ സുധാകരൻ ഇപ്പോൾ നാടാലിലെ വീട്ടിലേക്ക് എത്തുന്നത്. അവർക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കെ സുധാകരനെ ഈ സാഹചര്യത്തിൽ മത്സരിപ്പിക്കാതെ ഇരിക്കരുത് എന്നതാണ്. ചേട്ടൻ എവിടുന്ന വരുന്നത്? അടുത്ത തോട്ടട. സുധാകരനെ കാണാൻ വന്നതാണോ? കാണാൻ വന്ന. അദ്ദേഹത്തിനെ മത്സരിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിപ്പോൾ നമ്മൾ പാർട്ടി തീരുമാനം അനുസരിച്ചിട്ടാണുള്ള, അത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒരു MP സ്ഥാനം, വേറൊരു കാര്യം, 3 കൊല്ലം MP സ്ഥാനം ഉണ്ടല്ലോ, അത് കളയണ്ടേ, അതാണ് ഒരു പ്രശ്നം. മൂപ്പര് നിന്നാൽ കണ്ണൂർ ഉറപ്പായിട്ട് ജയിക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ് അവർ പറയുന്നത്. അതായത് കെ സുധാകരൻ നിന്നാൽ കെ സുധാകരൻ വിജയിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, എന്താണ് പറയാനുള്ളത്? കെ സുധാകരനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം, കെ സുധാകരൻ എന്ത് തീരുമാനമെടുത്താലും കോൺഗ്രസ് അംഗീകരിക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇന്ന് കണ്ണൂർ ജില്ലയിൽ കാണുന്ന ഈ കോൺഗ്രസിന്റെ ഈ മുന്നേറ്റം, അതിന് പ്രധാന കാരണം KS അല്ലാതെ വേറൊരാളില്ല. ഞങ്ങളൊക്കെ CPM-ന്റെ ക്രൂരമർദ്ദനത്തിനും കൊലപാതകത്തിൻ്റെ വക്കിലോളം എത്തി നിൽക്കുമ്പോഴും ഞങ്ങളെ സംരക്ഷിക്കാൻ വ്യക്തിപരമായി എന്നെയൊക്കെ വെട്ടി വീഴ്ത്തി വാള് കൈയിൻ്റെ അടിയിൽപ്പെട്ട് ജീവൻ ഭാഗ്യത്തിൻ്റെ തിരിച്ചു കിട്ടുമ്പോഴും ഞങ്ങളെ വിളിച്ചു ചോദിക്കുന്നു, സഹോദര, നിങ്ങൾ ഒന്നെങ്കിലും തിരിച്ചു കൊടുത്തോ CPM-കാർക്കെന്ന് ചങ്കൂറ്റത്തോട് ചോദിക്കുന്ന ഒരു നേതാവ് ഇന്ന് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ KS മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പിന്നിലാണ്, അദ്ദേഹത്തെ കണ്ടാണ് ഞങ്ങളൊക്കെ കോൺഗ്രസിൽ നിൽക്കുന്നത്. അദ്ദേഹം എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കണം. കാരണം അത്രമാത്രം ജീവത്യാഗം ചെയ്തിട്ടുണ്ട് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി. അതുകൊണ്ട് പറയുന്നു, അദ്ദേഹം എടുക്കുന്ന വാക്കുകൾ അത് പാർട്ടി അംഗീകരിക്കണം. അത് അത്രമാത്രം ത്യാഗം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പോലും യാത്ര ചെയ്യാനോ ഈ വീടുകളിൽ കിടന്നുറങ്ങാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഈ പ്രവർത്തകന്മാർക്ക് വേണ്ടി മാഹി പാലത്തിൻ്റെ മുന്നിൽ ചേതനയറ്റ കോൺഗ്രസ് പ്രവർത്തകന്മാർ മൃദുശരീരം കൊണ്ടുവരുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മുണ്ടും മാടിക്കെട്ടിക്കൊണ്ട് മുന്നിൽ നിന്ന് നയിച്ച CPM ബോംബുമായി വാളുമായി കെ സുധാകരന്റെ വീട്ടിലെത്തുന്ന പ്രവർത്തകരിൽ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരിൽ നിന്നുണ്ടാകുന്നത്. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല, കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും, പക്ഷേ എനിക്ക് അതൊന്നും മരണത്തിലും മറക്കാനാകാത്ത യാഥാർത്ഥ്യമാണെന്ന് ഈ നിർണായക ചർച്ചകൾ നടക്കുമ്പോൾ നാട്ടിലേക്ക് മടങ്ങി വന്ന കെ സുധാകരൻ പോസ്റ്റ് ഇടുന്നതിന്റെ പിന്നിൽ എന്താണ്?